ഹായ് എവരിവൺ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്ങിന് ശേഷം 25-26 ഫിനാൻഷ്യൽ പീരീഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സെയിൽസ്, പർച്ചേസ്, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ ഏതെങ്കിലും വൗച്ചേഴ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ പുതിയ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയ 26-27 ഓപ്പണിംഗ് ആയി റീഇമ്പോർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായി ആദ്യം തന്നെ സോഫ്റ്റ്വെയറിൽ ബാക്കപ്പ് എടുത്തു വെക്കുക. ഫയൽ മെനുവിൽ നിന്നും ബാക്കപ്പ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് കറൻറ്റ് ബാക്കപ്പ് പാത്ത് കാണാം. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഏതാണോ ബാക്കപ്പ് എടുക്കേണ്ട ഫോൾഡർ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ബാക്കപ്പ് ആയിട്ടുണ്ടാവും. ഇനി റീഇമ്പോർട്ട് ചെയ്യാനായി ടാസ്ക് മെനുവിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓപ്പണിംഗ് ബാലൻസ് കാണാം. നിലവിൽ നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് ആവശ്യമില്ല. സോ മെനുവിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്ത് എല്ലാ ഓപ്പണിംഗ് ബാലൻസും ഡിലീറ്റ് ചെയ്യാം. കൺഫർമേഷന് ഡെൽ ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയ ഓപ്പണിംഗ് ബാലൻസ് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതിനായി ഇമ്പോർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ള പ്രീവിയസ് ഫയൽസ് എന്ന ഫോമിൽ നിങ്ങൾ അക്കൗണ്ട്സിലാണ് മാറ്റം വരുത്തിയതെങ്കിൽ അത് മാത്രം ടിക്കിടുക. ക്ലോസിംഗ് സ്റ്റോക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ടിക്കിടുക. ചെക്ക് സ്റ്റാറ്റസിലാണ് മാറ്റം വരുത്തിയത് എങ്കിൽ അതുകൂടി ടിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ പ്രീ ഫയൽസിൽ പഴയ ഇയർ കാണാം. ഇനി അത് കാണുന്നില്ല എങ്കിൽ താഴെ ഡിസ്പ്ലേ ഓൾ ഫയൽസ് ടിക്കിടുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ 25-26 ഫിനാൻഷ്യൽ ഇയർ കാണാം. എന്നിട്ടും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രീ ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽ നെയിമിൽ ഡാറ്റാബേസിൻ്റെ പേര് വന്നതായി കാണാം. അത്രയും ഓക്കെ ആണെങ്കിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബോക്സിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയാൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഇമ്പോർട്ടായി വന്നത് കാണാം. ഇത് ഓക്കെ ആണെങ്കിൽ സേവ് കൊടുക്കുക. സ്റ്റോക്കാണ് റീഇമ്പോർട്ട് ചെയ്തതെങ്കിൽ രജിസ്ട്രേഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് റീഇമ്പോർട്ടിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഇനി പ്രീ ഫയൽസിൽ ഇയർ കാണിക്കാത്തവർ ചെയ്യേണ്ടത് ഡിസ്പ്ലേ ഓൾ ഫയൽസ് ഒന്നുകൂടി ടിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും വരുന്നില്ലെങ്കിൽ താഴെ ഫിനാൻഷ്യൽ പീരീഡിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 25-26 ഫിനാൻഷ്യൽ പീരീഡ് സെലക്ട് ചെയ്യുക. താഴെ ഫിനാൻഷ്യൽ പീരീഡ് കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡാറ്റാബേസ് ഇൻഫർമേഷൻ വിൻഡോ ഓപ്പണായി വരും. അതിൽ ഡാറ്റാബേസിന് നേരെയുള്ള കോളത്തിൽ ഡാറ്റാബേസിൻ്റെ നെയിം കോപ്പി ചെയ്തെടുക്കുക. ഫസ്റ്റ് കോമയ്ക്ക് മുൻപ് വരെ കോപ്പി ചെയ്താൽ മതിയാവും. കോമ കോപ്പി ചെയ്യേണ്ടതില്ല. കൃത്യമായി കോപ്പി ചെയ്ത ശേഷം വീണ്ടും 26-27 ഫിനാൻഷ്യൽ ഇയറിലോട്ട് വരിക. ടാസ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക. അവിടെ വേണ്ട ഓപ്ഷൻ മാത്രം ടിക്കിട്ട് ഫയൽ നെയിമിൽ കോപ്പി ചെയ്ത ഡാറ്റാബേസിൻ്റെ നെയിം പേസ്റ്റ് ചെയ്യുക. ശേഷം ഓക്കെ കൊടുത്താൽ പ്രോഗ്രസ് ആവുന്നത് കാണാം. കംപ്ലീറ്റ് ആയ ശേഷം ഓക്കെ കൊടുത്താൽ പുതിയ ബാലൻസ് കാണാം. സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റീഇമ്പോർട്ടിൻ്റെ പ്രോസസ്സ് വരുന്നത്. താങ്ക്